ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു വലിയ നോമ്പ് കാലങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നോമ്പിൻ്റെ പാതി ദിവസം നാം പിന്നിട്ടു. മാർച്ച് മാസം 15-ാം തീയതി ഞായർ, നോമ്പിൽ 5-ാം ഞായറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നോമ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ 3 വാക്കുകൾ നമ്മുടെ ധ്യാനത്തിനു വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ നാളുകൾ റിഫ്ലക്ഷൻ്റെ ഒരു നാളുകളാകണം, ഒരു ആത്മപരിശോധനയുടെ നാളുകൾ. പോസ് ആൻഡ് ലുക്ക് വിതിൻ എന്ന് പറയാറുണ്ട്. റിപ്പൻറ്റൻസ്, അനുതാപം. ട്രൂ റിഫ്ലക്ഷൻ ലീഡ്സ് അസ് ടു റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് നമ്മളെ റിന്യൂവലിലോട്ട്, പുതുക്കത്തിലോട്ട് നയിക്കണം. റിഫ്ലക്ഷൻ ലീഡ്സ് ടു റിപ്പൻറ്റൻസ്, റിപ്പൻറ്റൻസ് ലീഡ്സ് ടു റിന്യൂവൽ. ഈ ധ്യാന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കടക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഏവൻഗേലിയോൻ ഭാഗം. പശ്ചാത്തലം നമുക്കറിയാം. ഒരു ശബത്തിൽ യേശു കർത്താവ് പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. 18 വർഷമായിട്ട് രോഗാത്മാവ് ബന്ധിച്ച് കൂനിയായ ഒരു സ്ത്രീ ആ ആരാധനയിൽ പങ്കെടുക്കുന്നു. കർത്താവ് അവളെ അടുക്ക വിളിക്കുന്നു, സൗഖ്യം നൽകുന്നു. ഈ സംഭവം പള്ളി പ്രമാണിക്ക് നീരസമുളവാക്കുന്നു. പള്ളി പ്രമാണി പറയുന്നു, ശബത്തിൽ സൗഖ്യമാക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് അരുത് എന്ന് പറയുന്നു. കർത്താവ് അവനോട് കപടഭക്തിക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ജനമെല്ലാം സന്തോഷിക്കുന്നു എന്ന സംഭവമാണ് നമുക്കവിടെ കാണുവാനുള്ളത്. വിമോചിപ്പിക്കുവാനുള്ള വിളി, കോൾ ടു ബി ലിബറേറ്റീവ് എന്നതാണ് ഇന്നത്തെ ചിന്ത. കർത്താവ് ഇവിടെ സൗഖ്യം നൽകുകയാണ്. എന്നാൽ പള്ളി പ്രമാണിയുടെ പ്രശ്നം ശബത്തിൽ സൗഖ്യം നൽകുന്നു എന്നാണ്. പള്ളി പ്രമാണിയെ സംബന്ധിച്ചിടത്തോളം ശബത്ത് ഒരു ആചരണമാണ്, ഒരു നിയമമാണ്. ശബത്ത് ഈസ് നോട്ട് ജസ്റ്റ് എ റെസ്റ്റ് ബട്ട് എ റെസ്റ്റോറേഷൻ എന്ന് പറയാറുണ്ട്. ശബത്ത് വെറും വിശ്രമത്തിനുള്ള ദിനമല്ല, തകർന്നതിനെ പുനഃസ്ഥാപിക്കുവാനുള്ള ദിനമാണ്. എന്താണ് ശബത്ത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 6 ദിവസം സൃഷ്ടി, 7-ാം ദിവസം റെസ്റ്റ്. നോട്ട് ബിക്കോസ് ഗോഡ് വാസ് ടയേർഡ് ബട്ട് ബിക്കോസ് ക്രിയേഷൻ വാസ് കംപ്ലീറ്റ് ആൻഡ് ഗുഡ്. ദൈവം ക്ഷീണിച്ചത് കൊണ്ടല്ല അവിടെ വിശ്രമത്തിൻ്റെ ദിനം സ്ഥാപിക്കുന്നത്, പിന്നെയോ ക്രിയേഷൻ കംപ്ലീറ്റ് ആയതിനാലാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാം, ശബത്ത് എന്ന് പറയുന്നത് പൂർണ്ണതയുടെ ആഘോഷമാണ്, സെലിബ്രേഷൻ ഓഫ് കംപ്ലീറ്റ്നെസ് ഓർ ഫുൾനെസ് ഓഫ് ക്രിയേഷൻ. ഇവിടെ ഈ ദേവാലയത്തിൽ ഒരു അപൂർണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ചോദ്യം 16-ാം വാക്യത്തിലുണ്ട്, എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ചോദിക്കുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 10 കൽപ്പനകളെ വീണ്ടും ഓർപ്പിക്കുന്നിടത്ത് ശബത്ത് നീ ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 15-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ മിസ്രൈം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കുക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. ബന്ധനത്തിൽ നിന്നുമുള്ള വിടുതലിനെ ഓർക്കുന്ന നാളുകളാണ് ശബത്തിൻ്റെ നാളുകൾ. പക്ഷേ ഇവിടെ ഈ ശബത്ത് നാളിൽ ഒരുവൾ ബന്ധനത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, സെലിബ്രേഷൻ ഓഫ് കംപ്ലീറ്റ്നെസ്, ഫുൾനെസ് ഓഫ് ക്രിയേഷൻ. അതാണ് ശബത്ത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എ ശബത്ത് ദാറ്റ് ഡസ് നോട്ട് ഹീൽ ഈസ് നോട്ട് ഗോഡ്സ് ശബത്ത്. സൗഖ്യമാകാത്ത ശബത്ത് ദൈവത്തിൻ്റെ ശബത്ത് അല്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പൂർണ്ണതയുടെ ആഘോഷമാണ് ഈ ദേവാലയത്തിൽ. അപൂർണതയുടെ രംഗം അതിൽ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുവാനായിട്ട് ഇടയാകുന്നത്. രണ്ടാമത്തെ ഒരു ചിന്ത, വളഞ്ഞ ശരീരം നിവർന്ന ആരാധന എന്നുള്ളതാണ്. ഈ സ്ത്രീ ആരാണ്? ഒരു അപരിചിതയല്ല, ഇന്നിൻ്റെ പ്രതിനിധിയാണ് ഈ സ്ത്രീ. അവളെ ശ്രദ്ധിക്കൂ, അവൾ എവിടെയാണ്? ദേവാലയത്തിലാണ്, ആരാധനാലയത്തിലാണ്. അവൾ എന്ത് ചെയ്യുന്നു? ആരാധനയിൽ പങ്കെടുക്കുന്നു. ആരാധനാ സമൂഹത്തിൻ്റെ ഭാഗമാണ്. സ്ഥിരമായി ആരാധനയിൽ, ഒരുപക്ഷെ വർഷങ്ങളോളം ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
കർത്താവ് തന്നെ അവളെ വിളിക്കുന്നത് അബ്രഹാമിൻ്റെ പുത്രി എന്നാണ്. എങ്കിലും അവൾ ഒരു ബന്ധനത്തിൽ കഴിയുകയാണ്. കൂന് ബാധിച്ച അവസ്ഥ. 18 വർഷമായി നിവർന്നു നിൽക്കുവാൻ കഴിയുകയില്ല. ഇന്നിൻ്റെ പ്രതിനിധിയാണ്. വർഷങ്ങളായി ഞാൻ എൻ്റെ മുതുകിൽ ചുമക്കുന്ന ചിലതുണ്ടോ? ആത്മീയ ജീവിതത്തിലെ കൂന്, പ്രാർത്ഥനാ ജീവിതത്തിലെ കൂന്, വെറുപ്പ്, വിദ്വേഷം, അസൂയ, ആത്മനൈരാശ്യം, ഇത് പേറി നടക്കുന്ന ഒരനുഭവമാണോ? അതുകൊണ്ട് നമുക്ക് ഈ സ്ത്രീയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എല്ലാ വർഷവും നമ്മൾ നോമ്പിൻ്റെ നാളുകളിൽ ഈ കൂനിയായ സ്ത്രീയെക്കുറിച്ച് ധ്യാനിക്കും. ധ്യാനിച്ചതിന് ശേഷം അവൾ സൗഖ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പറയും, ആമീൻ പറയും, പോകും. എന്നാൽ ഇത് എൻ്റെ ജീവിതത്തിൽ എപ്രകാരം അതിനെ സ്വാധീനിക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആരാധനയിലുണ്ട്, പള്ളിയിലുണ്ട്, പള്ളിയിൽ ക്രമമായി പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ സ്ഥിരമായ ക്രമത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഞാനാണ് ആ സ്ത്രീ. ഐ ആം ദാറ്റ് വുമൺ, ദ ഇൻവിസിബിൾ ബെൻഡ് ഐ ക്യാരി. ഞാൻ ചുമക്കുന്ന അദൃശ്യ കൂനുണ്ട്. ആദ്യം പറഞ്ഞ 3 വാക്കുകൾ ചിന്തയിലേക്ക് കൊണ്ടുവരട്ടെ. റിഫ്ലക്ഷൻ, റിപ്പൻറ്റൻസ് ആൻഡ് റിന്യൂവൽ. ആത്മശോധനയ്ക്കുള്ള ഇടമാകട്ടെ ഈ വചനം. നമ്മുടെ പുറം രൂപമല്ല, ഉള്ളിലെ വളവ് അവൻ കാണുന്നു. നമ്മെ അടുത്തു വിളിക്കുന്നു, സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്കിടയാകുന്നുണ്ടോ? വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ചില കൂനുകൾ ഇന്ന് ദൈവം മുമ്പാകെ അഴിച്ചുവെച്ച് കടന്നു പോകുവാൻ നമുക്ക് ഇടയാകണം എന്നതാണ്. ഓർപ്പിക്കട്ടെ. 3ാമത്തെ ഒരു ചിന്ത, ദൈവം തൊടുന്ന ആരാധന, ബന്ധനങ്ങൾ അഴിയുന്ന അനുഭവം. ദൈവം തൊടുന്ന ആരാധന, ബന്ധനങ്ങൾ അഴിയുന്ന ഒരനുഭവം. ഡിവൈൻ ടച്ച് ഇൻ വർഷിപ്പ്, ദ എക്സ്പീരിയൻസ് വെയർ ബോൺസ് ആർ ബ്രോക്കൺ. 2 തരത്തിലുള്ള ആരാധനാനുഭവങ്ങളുണ്ട്. ഒന്ന്, ആരാധനയ്ക്ക് വരുന്നു, ഇരിക്കുന്നു, പങ്കെടുക്കുന്നു, വീട്ടിലേക്ക് മടങ്ങുന്നു. എല്ലാം ക്രമത്തിൽ, എല്ലാം വേണ്ട പോലെ നടക്കുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സ്പർശനം സാധ്യമാകുന്നില്ല. 2ാമത്തെ ഒരു ആരാധനാനുഭവമാണ് ദൈവം തൊടുന്ന ആരാധനാനുഭവം. അതാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ചടങ്ങുകൾക്ക് അപ്പുറത്തേക്ക് ദൈവ സാന്നിധ്യം ഒരു അനുഭവമായി തീരുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ആരാധനയുടെ മനോഹരമായ ഒരു അനുഭവത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ കാണുന്നു. അവിടെ നിന്നുകൊണ്ട് പ്രവാചകൻ ആരാധന അനുഭവത്തിൽ ഒരു റിഫ്ലക്ഷൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. തന്നെ കാണുകയാണ്. ഒരു ആത്മപരിശോധന. ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. അവിടെ റിപ്പൻറ്റൻസ്, ഒരു അനുതാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അവിടെ ഒരു പുതുക്കത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക്, ഒരു ടച്ച് എക്സ്പീരിയൻസ്, ദൈവം തൊടുന്ന ഒരു ആരാധന അനുഭവത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എത്രയോ വർഷങ്ങളായി ആരാധനയിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഒരു സ്ത്രീ 18 വർഷത്തിൽ അധികമായി, അതിനു മുമ്പ് തന്നെ ആരാധനയിൽ പങ്കെടുക്കുന്നവളായിരിക്കാം. 18 വർഷമായി അവൾ കൂന ബാധിച്ച ഒരു അനുഭവത്തിൽ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. അവളുടെ ആരാധന ഒരു ശീലമായിരുന്നു, അനുഭവമായിരുന്നില്ല. ശീലത്തിൽ നിന്നും അനുഭവത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് ആവശ്യം. ആരാധന ദൈവിക സ്പർശനം ലഭിക്കുന്ന ഇടമായിട്ട് തീരണം. ദൈവിക സ്പർശനം വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന കൂനുകൾ നിവരുന്നതിന്, ബന്ധനങ്ങൾ അഴിയുന്നതിന് കാരണമാകും. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1, ദൈവസന്നിധിയിൽ എന്ത് ബന്ധനങ്ങൾ മറച്ചുവെക്കാതെ അർപ്പിക്കുമ്പോൾ. മുമ്പുള്ള സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ തൊടയണമേ എന്ന് നിലവിളിക്കുമ്പോൾ. 3, ഞാൻ വിശ്വാസത്തോടെ മുൻപോട്ട് വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ. അങ്ങനെ ശീലത്തിൽ നിന്നും അനുഭവത്തിലേക്കുള്ള ഒരു മാറ്റമുണ്ടാകുമ്പോൾ ആരാധനയായി തീരുകയാണ്. അവിടെയാണ് ദൈവീക സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത്. ദൈവമേ, ആരാധനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ നിന്റെ ഇമ്പസ്വരം കേൾക്കുവാൻ, നിന്റെ സ്പർശനം അനുഭവിക്കുവാൻ ദൈവമേ ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇടയാകണം. അവിടം കൊണ്ട് തീർന്നു. എന്നാൽ ധ്യാനം അവിടം കൊണ്ട് തീരുന്നില്ല. സ്പർശനമേറ്റവർക്ക് എന്തെങ്കിലും ദൗത്യമുണ്ടോ? ദ മിഷൻ ഓഫ് ദ ടച്ച്ഡ് ഉണ്ട്. ആ സ്ത്രീ നിവർന്നു നിന്നു.
പിന്നെ അവൾ എന്തു ചെയ്തു? 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവീക സ്പർശനം അനുഭവിച്ച ഒരു സമൂഹത്തിന്, ദൈവീക സ്പർശനം അനുഭവിച്ച ഒരു വ്യക്തിക്ക് പിന്നൊരു സാക്ഷ്യ ജീവിതമുണ്ട് എന്നുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമുണ്ട്. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് കണ്ടപ്പോൾ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. അവളുടെ സാക്ഷ്യം ജനത്തിന് സന്തോഷത്തിന് കാരണമായിട്ട് തീർന്നു എന്നുള്ളതാണ്. ഞാൻ അനുഭവിക്കുന്ന ദൈവിക കൃപ, ഓരോ ആഴ്ചയും വിശുദ്ധ കുർബാനയിൽ നാം ഈ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുകയാണ്. ദൈവിക സ്പർശനം അനുഭവിച്ച ആരാധനയിൽ നിന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ സാക്ഷ്യ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് ഒരു ആത്മശോധനയ്ക്ക് ഇടയാകണം. നമ്മൾ സാക്ഷ്യമുള്ളവരായിട്ട് നിലനിൽക്കുമ്പോൾ ചുറ്റുപാടിനത് സന്തോഷത്തിന് കാരണമാകുമെന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. 3 വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ധ്യാനം ആരംഭിച്ചത്. റിഫ്ലക്ഷൻ, റിപ്പൻറ്റൻസ് ആൻഡ് റിന്യൂവൽ. ആത്മശോധന അത് അനുതാപത്തിലേക്ക് നയിക്കും. അനുതാപം പുതുക്കത്തിലേക്ക് നമ്മളെ നയിക്കും. അതിന് ഈ നോമ്പിൻ്റെ നാളുകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.